മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറ്റം സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് അത്യാവശ്യമായ ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്നു മുതൽ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായി നാം ചെയ്യേണ്ടത് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നൽകുക എന്നുള്ളതാണ്. ദൈവം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ മറ്റെന്തും ഉണ്ടാകാവൂ? പ്രഥമ സ്ഥാനം എൻ്റെ രക്ഷകനായ കർത്താവിന്, അത് കഴിഞ്ഞേ മറ്റുള്ള എന്തും ഉണ്ടാകാവൂ, വ്യക്തികളോ വസ്തുക്കളോ ഒക്കെ. എൻ്റെ രക്ഷകനും നാഥനുമായി മാമോദീസായിലൂടെ ഞാൻ അംഗീകരിച്ച, പ്രഖ്യാപിച്ച, പ്രഘോഷിച്ച ക്രിസ്തുവിനായിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രഥമ സ്ഥാനം നൽകുക. എൻ്റെ ജീവിതശൈലി അതിനനുസരിച്ചുള്ളതായിട്ട് മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എൻ്റെ അധരങ്ങൾ മാത്രമല്ല, എൻ്റെ പൂർണ്ണ മനസ്സും ശരീരവും ആത്മാവും ദൈവമാണ് എൻ്റെ ജീവൻ്റെ സ്രോതസ്സെന്നും എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കൂ എന്നുമുള്ള ഉറച്ച മനോഭാവം എന്നിൽ ഉടലെടുക്കണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം അധ്യായം 16 5-ാമത്തെ വചനം പറയുന്നു, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. സങ്കീർത്തനങ്ങൾ 55 4-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്, ദൈവമാണ് എൻ്റെ സഹായകൻ, കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നത്. സങ്കീർത്തനങ്ങൾ 95:3 ഇപ്രകാരം പറയുകയാണ്, കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 22:37-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ എന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ്. അങ്ങയെ മാത്രം എൻ്റെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ചുകൊണ്ട് അതിനുചിതമായ രീതിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാനുള്ള കൃപയെ നാഥ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമമായ സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയെ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം പലപ്പോഴും വ്യക്തികൾക്കും വസ്തുക്കൾക്കുമൊക്കെ സ്ഥാനം നൽകിയിട്ടുണ്ട്. എൻ്റേതായ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കൊക്കെയാണ് ഞാൻ പലപ്പോഴും സ്ഥാനം നൽകിയിരിക്കുന്നത്. കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും ഇനി വരും ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഉടനീളം അങ്ങേക്ക് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയേകിനാഥ എന്നെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.